ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡ് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 4ാമത്തെ ചാപ്റ്ററായ ജീവനുള്ള വിത്തുകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വിത്തുകൾ പലയിടങ്ങളിൽ നിന്നാണ്, എൻ്റെ വിത്തുകൾ എന്താണ് പലയിടത്തു നിന്നാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, നാവൽ മരവും പക്ഷിയും തമ്മിലുള്ള സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കൂ. എന്താണ് നാവൽ പറയുന്നത്? നീ എന്തിനാണ് എൻ്റെ പഴം തിന്നതെന്ന് നാവൽ ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ പക്ഷി എന്താ പറയുന്നത്? നിന്റെ പഴം തിന്ന് വിശപ്പടക്കുക മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, വിത്ത് പല സ്ഥലങ്ങളിലും എന്താണ് എത്തിക്കുന്നുണ്ട്. അതെങ്ങനെ എത്തിക്കുന്നത് അല്ലേ? നാവൽ, നീ ഇല്ലെങ്കിലും എൻ്റെ വിത്ത് താഴെ വീണ് മുളയ്ക്കില്ലേ എന്നാണ് നാവൽ ചോദിക്കുന്നത് അല്ലേ. പക്ഷി എന്താ, ഇത്രയും അധികം വിത്തുകൾ നിന്റെ ചുവട്ടിൽ വളരാൻ വേണ്ട സ്ഥലമുണ്ടോ അല്ലേ? അപ്പൊ എന്താണ്, ഈ നാവലിന്റെ ഈ വിത്തുകളൊക്കെ ഈ താഴെ വീണാല് ഇവിടെ എന്താണ് വളരാനുള്ള സ്ഥലം ഇല്ല അല്ലെ. എന്താ ഒരുമിച്ച് നമ്മളിപ്പോ എന്താണ് ഒരുമിച്ച് നട്ടാല് എല്ലാം കൂടി ആ സ്ഥലത്ത് തന്നെ ഉണ്ടാവുമോ? ഇല്ല അല്ലെ. നമ്മളിപ്പോ ഒരു വിത്ത് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇപ്പം വീട്ടിലാരെങ്കിലും കൃഷി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്താണ് വിത്ത് നട്ടാല് അതെന്താണ് അത് അവിടെ ഒരുമിച്ചുണ്ടാവുമ്പോൾ എന്താണ് വിത്ത് മുളയ്ക്കും അല്ലെ. പക്ഷെ എന്താണ് അത് വളർന്ന് വലുതാവൂല അല്ലെ. അതിൽ ചിലതൊക്കെ അവിടെ പോവും അല്ലെ. അപ്പൊ എന്താ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോന്നും കുഴിച്ചിടണം അല്ലേ. അപ്പൊ ഈ നാവൽമരം എന്താണ് ചോദിച്ചതിന് ഈ പക്ഷി പറഞ്ഞ ഉത്തരം എന്താണ്? ഇത്രയും അധികം വിത്തുകൾ നിന്റെ ചുവട്ടിൽ വളരാൻ വേണ്ട സ്ഥലം ഉണ്ടെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പൊ ഇതുപോലെ സസ്യത്തിന്റെ വിത്തുകൾ പല സ്ഥലങ്ങളിലും എത്തിക്കുന്ന ഏതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം? അപ്പൊ പക്ഷി ഒന്നുണ്ട് അല്ലെ, പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നത് അല്ലെ. പിന്നെ അണ്ണാന് അല്ലെ. പിന്നെന്താ, നമ്മള് മനുഷ്യന്മാർ തന്നെ അല്ലെ. നമ്മളിപ്പോ പല സ്ഥലങ്ങളിലും ഇപ്പം ഒരു എക്സാമ്പിൾ ഒരു മാങ്ങ വാങ്ങിക്കൊണ്ടിരാണ് പീടിയെന്ന് അല്ലെ. അപ്പൊ നമ്മളെ വീട്ടിലെത്തിയില്ല മാങ്ങ, പിന്നെ അത് തിന്ന് അതിന്റെ അണ്ടി നമ്മളെവിടെ കളയുന്നത്? നമ്മളെ വീട്ടുമുറ്റത്ത് അല്ലെ. അപ്പൊ എന്താണ്, അണ്ണാന്, മനുഷ്യര്, പക്ഷി അല്ലെ, അങ്ങനെ പലതും. പിന്നെ ആരൊക്കെയാ? പലരും ഉണ്ട് അല്ലെ. വിത്ത് പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിൽ മനുഷ്യനുള്ള പങ്ക് എന്താണ്? ജീവികൾ മാത്രമാണ് വിത്ത് വിതരണം നടത്തുന്നത് ചർച്ച ചെയ്യുക അല്ലെ. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് എന്ത്? വിത്ത് വിതരണം അല്ലെ, സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഈ മാതൃസസ്യം? അപ്പൊ ഈ ഞാവൽ മരത്തിന്റെ ആ പഴങ്ങളുടെ ആ മാതൃസസ്യം എന്ന് പറയുന്നത് എന്താ? ആ മരമാണ് അല്ലെ. അപ്പൊ ആ മാതൃസസ്യത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്കും വിത്തുകൾ എത്തപ്പെടുന്നതാണ് എന്ത്? വിത്ത് വിതരണം എന്ന് പറയുന്നത്. വിത്ത് വിതരണം എന്തിനാ? ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം അതിന്റെ ചുവട്ടിൽ തന്നെ വീണ് മുളക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരാൻ ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതുലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ എന്താ, വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് എന്താണ് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട് അല്ലെ. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും ഇതുമൂലമാണ് അല്ലെ. വിവിധ സസ്യങ്ങൾ എന്താണ് ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും ഈ വിത്ത് വിതരണം മൂലമാണ് അല്ലെ. വിത്ത് വിതരണത്തിനുള്ള അനുകൂലനങ്ങൾ എന്തൊക്കെയാ? വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നതിന് തേങ്ങയ്ക്കുള്ള അനുകൂലനങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പൊ തെങ്ങിന്ന് തേങ്ങ താഴെ വീണു അല്ലെ. അതെന്താണ്? ഒഴുകി പോവാണ് അല്ലെ. അപ്പൊ ഒഴുകി പോകാൻ എന്താ, തേങ്ങ അവിടെ തന്നെ വീണെങ്കിൽ താഴെ ആണ്ട് പോവുകയാണെങ്കിൽ അത് ഇങ്ങോട്ടും പോവില്ല അല്ലെ. പക്ഷെ എന്താ, ഒഴുകി പോകുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഒഴുകി പോകുന്നതുകൊണ്ട് അത് പല സ്ഥലങ്ങളിലേക്കും അത് എത്തുന്നുണ്ട് അല്ലെ. കുറച്ച് ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാൽ എന്താണ്, ചീഞ്ഞു പോവില്ല ഈ തേങ്ങയൊന്നും അല്ലെ. തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എന്താണ്, വെള്ളത്തിൽ പൊങ്ങി കിടക്കും. ഓക്കെ. അപ്പൂപ്പന്താടി കാറ്റിൽ പറക്കാൻ കാരണം എന്താവാം? ചിത്രം നിരീക്ഷിച്ച് കണ്ടെത്തൂ. അപ്പൂപ്പന്താടി എന്താണ് കാറ്റിൽ പറക്കാൻ എന്താണ്? അതിന്റെ ആ വെയിറ്റ്ലെസ് ആണ് അല്ലെ, വെയിറ്റ് കുറവാണ് ഇതിന് അല്ലെ, ഭാരം കുറവായത് കൊണ്ടാണ് അല്ലെ അപ്പൂപ്പന്താടി കാറ്റിൽ പറക്കുന്നത് അല്ലെ. പിന്നെന്താണ്, അതിന്റെ ആ പൂ പോലുള്ള സാധനം കണ്ടോ? ജന്തുക്കളും അതൊക്കെയാണ് അല്ലെ. ജന്തുക്കളും പക്ഷികളും ആഹാരമാക്കുന്ന ഏതൊക്കെ ഫലങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത്? ഈ ഫലങ്ങൾക്ക് പക്ഷികളെ ആകർഷിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതയാണുള്ളത് അല്ലെ. എന്താണ് ജന്തുക്കളും പക്ഷികളും ആഹാരമാക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്? മാങ്ങ, ചക്ക, പിന്നെന്താണ് പല ഫ്രൂട്ട്സും ഉണ്ട് അല്ലെ, പല ഫലങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ ഇതിനെ ആകർഷിക്കുന്ന കാരണം എന്താ? അതിന്റെ മാംസളമായ ഭാഗങ്ങൾ അല്ലെ, നല്ല സ്മെല്ല് അല്ലെ, അതൊക്കെ പറ്റും. ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില ഫലങ്ങൾക്ക് മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങൾ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില ഫലങ്ങൾക്ക് മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്താണ് വിത്ത് വിതരണം നടത്തും അല്ലെ. ഈ ചിലത് നമ്മളിപ്പോ കളിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. അപ്പൊ നമ്മളെ പാൻറ്റിലൊക്കെ എന്താണെങ്കിലും പാവാടയിലോ പാൻറ്റിലോ ഒക്കെ എന്താണ് ഈ ഇതിങ്ങനെ കുത്തി നിൽക്കും അല്ലെ, കുറുക്കം പുല്ലെന്നൊക്കെ പറയില്ലേ ചിലത്, അത് പറയില്ലേ. അതൊക്കെ അപ്പൊ നമ്മൾ വഴി എന്താണ് വിത്ത് വിതരണം അങ്ങനെയും നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് കടലാടി, അസ്ത്രപ്പുല്ല് അല്ലെ, അതൊക്കെ ഈ അനുകൂലനങ്ങൾ വിത്ത് വിതരണത്തിന് സഹായമാകുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരെ ശരീരത്തിന് പറ്റി പിടിച്ചിട്ട് എന്താണ് അത് വേറെ സ്ഥലത്ത് നിന്ന്
പോവുകയാണ് അല്ലേ. അതായത് ഇപ്പോൾ പശുക്കളിലാണെങ്കിലും മേലൊക്കെ പറ്റി പിടിക്കും, എന്നിട്ട് വേറെ എവിടെ എത്തുമ്പോൾ അത് തട്ടിക്കളയുമ്പോൾ അത് അവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന ഏതെല്ലാം സസ്യങ്ങൾ നിങ്ങൾക്കറിയാം? ഇതാ റബ്ബർ അല്ലേ. റബ്ബർ എന്താണ്? പൊട്ടിത്തെറിക്കുകയാണ് അല്ലേ. പിന്നെ കാശിത്തുമ്പ വീട്ടിലുണ്ടോ? കാശിത്തുമ്പ അതൊക്കെ പൊട്ടിത്തെറിച്ചിട്ടാണ് എന്താവുന്നത്? വിത്ത് വിതരണം നടത്തുന്നത് അല്ലേ. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് വിവിധ സസ്യങ്ങളുടെ വിത്ത് വിതരണ രീതി കണ്ടെത്തുക. നോക്കൂ, കാറ്റിലൂടെ അപ്പൂപ്പൻ താടിയുണ്ട് അല്ലേ. പിന്നെ എന്തൊക്കെയാ കാറ്റിലൂടെ ഉള്ളതെന്ന് എഴുതുക. ഇനി വെണ്ട പൊട്ടിത്തെറിച്ചിട്ടാണ് അല്ലേ, വെണ്ടന്റെ ഒക്കെ. പിന്നെ ഇത് ഒഴുകി പോയിട്ടില്ലേ, തെങ്ങ്. പിന്നെ എന്തൊക്കെയാന്ന് മറ്റ് ജീവികൾ വഴിയില്ലേ, അതൊക്കെ നിങ്ങൾ എഴുതുക കേട്ടോ. വിത്ത് വിതരണം. വിത്തുകൾ ഭക്ഷണത്തിനല്ലാതെ മറ്റെന്തിനെല്ലാം ഉപയോഗിക്കാം? വിത്തുകൾ ഭക്ഷണത്തിനല്ലാതെ മറ്റെന്തിനെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? വിത്തുകൾ നമുക്ക് നടാൻ പറ്റൂ അല്ലേ. പിന്നെ വിത്തുകൾ ഉപയോഗിച്ചുള്ള എന്തെല്ലാം പിന്നെ കരകൗശല വിധങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റൂ അല്ലേ. കരകൗശലങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റൂ അല്ലേ. വിത്തുകൾ ഉപയോഗിച്ചുള്ള ഏതെല്ലാം കരകൗശലങ്ങൾ നിങ്ങൾക്കറിയാം? കണ്ടോ, വിത്ത് ഉപയോഗിച്ച് പലതരം കരകൗശല വസ്തുക്കൾ തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇലകളിലെ വൈവിധ്യം നോക്കൂ, ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഈ രണ്ട് ഇലക്ക് ഒരുപോലെയാണ് ഇലൻ്റെത് ആണോ? ഈ ഇല ഇങ്ങനെ നോക്കിയേ, അതിന്റെ അസ്ഥി എന്ന് പറയുന്നത് എന്താണ്? ഒരു നടുക്ക് കൂടി ഒരു വര, പിന്നെന്താണ് ഇപ്പുറത്തുമായിട്ട് ഇങ്ങനെ ഒരു ഇത് അല്ലേ. പക്ഷെ ഇതാണ് എന്തെങ്കിലോ മൊത്തം താഴോട്ടായിട്ടില്ലേ. അപ്പൊ പച്ചപ്പുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഈ ഇലകളിൽ അവശേഷിക്കുന്നത് എന്താണ്? ഇലയിലേക്ക് ജലം എത്തിക്കുന്നതിനും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നത് ഈ ഭാഗങ്ങൾ വഴിയാണ്. ഇവയാണെന്ത്? ഇലകളിലെ സിരകൾ എന്ന് പറയുന്നത് അല്ലെ. രണ്ട് ഇലകളിലെയും സിരകൾ വിന്യസിച്ചിരിക്കുന്ന ഒരുപോലെയാണോ? അല്ല അല്ലെ. ആദ്യത്തെ ചിത്രത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് ഇലകെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടു പോകുന്ന ഒരു പ്രധാന സിര ഉണ്ട് അല്ലെ. ഇത് ഇവിടുന്ന് മുതൽ താഴോട്ട് വരെ നീണ്ടു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലൈൻ ഉണ്ട് അല്ലെ. അപ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നത് കണ്ടില്ലേ? ഇതാണെന്ത്? ജാലിക സിരാവിന്യാസം കേട്ടോ. എന്താണ് ജാലിക സിരാവിന്യാസം? അപ്പൊ ജാലിക സിരാവിന്യാസത്തിന്റെ എക്സാമ്പിൾ എന്തൊക്കെ നമുക്ക് പറയാം? മാവിന്റെ ഇല അല്ലെ, പിന്നെ പ്ലാവിന്റെ ഇല, പിന്നെ അങ്ങനെ ഒരുപാട് ഇലകളുണ്ട് അല്ലെ. എന്തൊക്കെയാന്നുള്ളത് എഴുതുക കേട്ടോ. പിന്നെയോ അടുത്ത എന്താണ്? രണ്ടാമത്തെ ചിത്രത്തിൽ ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ നെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായ അഗ്രഭാഗത്തെത്തി യോജിക്കുന്നത് കണ്ടില്ല. ഇതാണ് സമാന്തര വിന്യാസം, പാരലൽ വിന്യാസം. ഇത് കണ്ടോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോലും, ഇതാണ് അങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് അല്ലെ. പ്രധാനപ്പെട്ട ഈ സിരയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അതാണെന്ത്? അതിന്റെ പേരാണെന്ത്? ജാലിക സിര വിന്യാസം. ഇത് നോക്കൂ, ഇത് താഴോട്ട് മാത്രമേ പോകുന്നുള്ളൂ അല്ലെ. ഈ താഴോട്ട് പോകുന്ന ഈ ഇതിനെയാണ് പറയുന്നത് ഈ സമാന്തര സിരാവിന്യാസം. ഓക്കെ. പരിസരം നിരീക്ഷിച്ച് ഈ രണ്ടു തരം വിന്യാസങ്ങൾ ഉള്ള ഇലകൾ കണ്ടെത്തി ചെടികളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാവ് ജാലിക സിരാവിന്യാസമാണ് അല്ലെ. പിന്നെ സമാന്തര സിരാവിന്യാസത്തിന് മുളന്റെ ഇതൊക്കെ എന്താണ്? സമാന്തര സിരാവിന്യാസത്തിൽപ്പെട്ടതാണ് കേട്ടോ. ഇലകളിലുള്ള സിരാവിന്യാസവും അവയുടെ വേരിന്റെ ഘടനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ജാലിക സിരാവിന്യാസമുള്ള ചെടിയുടെയും സമാന്തര സിരാവിന്യാസമുള്ള ചെടികളുടെയും വേര് പരിശോധിച്ച് ചിത്രം വരയ്ക്കാം. ഈ ജാലിക സിരാവിന്യാസമുള്ള ചെടീന്റെ വേരെങ്ങനെ ഇരിക്കുന്നു, അതുപോലെ സമാന്തര സിരാവിന്യാസമുള്ള ഈ ഇലയുള്ള ഈ ചെടീന്റെ വേര് എങ്ങനെയാണെന്നും വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വരച്ച ചിത്രങ്ങളും താഴെ കൊടുത്ത ചിത്രങ്ങളും താരതമ്യം ചെയ്യാം. നോക്കൂ, പ്ലാവിന്റെ എന്താണ്? ഈ ജാലിക സിരാവിന്യാസമുള്ള ഇലയാണ് അല്ലെ. അപ്പൊ അതിന്റെ വേര് ഒന്ന് നോക്കിയാൽ കണ്ടോ, ഈ ഇതിന്റെ ഇലന്റെ അതേപോലെ തന്നെയാണ് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുള്ളത് അല്ലെ. പക്ഷെ എന്താണ്? സമാന്തര സിരാവിന്യാസമുള്ളത് നോക്കിയേ കണ്ടോ, അതിന്റെ അതേപോലെ തന്നെയാണ് വേര് വന്നിരിക്കുന്നത് അല്ലെ. ഇത് പ്ലാവാണ്, ഇത് പുൽച്ചെടിയാണ് അല്ലെ. ചിത്രങ്ങൾ ശ്രദ്ധിച്ചില്ലേ? പ്ലാവിലെ വേരിന്റെ പ്രത്യേകത എന്താണ്? റൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അല്ലെ. പിന്നെ പ്ലാവിന്റെ വേരിൽ നിന്നും പുൽച്ചെടിയുടെ വേര് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇത് ഓൺലി താഴോട്ട് മാത്രമേ പോകുന്നുള്ളൂ അല്ലെ. പ്ലാവിലെ വേരുപടലത്തിൽ കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലുപ്പം കൂടിയ ഒരു വേര് കാണുന്നില്ലേ? പ്ലാവിലെ വേരുപടലത്തിൽ കാണ്ഡത്തിൽ നിന്ന് താഴോട്ടേക്ക്. അപ്പൊ എന്താണ്? ഈ പ്ലാവിലെ വേരുപടലത്തില് കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലുപ്പം കൂടിയ ഈ വേര് കണ്ടോ? ഈ കാണ്ഡത്തിൽ നിന്ന് താഴോട്ടേക്ക് ഇതായി നിൽക്കുന്ന വലുപ്പം കൂടിയ ഈ വേര് കണ്ടോ? ഈ വേര്
ഈ വേരാണിത് തായ് വേര്, ടാപ്പ് റൂട്ട് എന്നതിനെ പറയാം കേട്ടോ. എന്താണ് തായ് വേര് എന്ന് പറയാം. ഈ വേരിൽ നിന്നല്ലേ മറ്റു ചെറിയ വേരുകൾ വളർന്നിരിക്കുന്നത്. ഈ വേരിൽ നിന്നാണ് എന്ത് മറ്റ് ചെറിയ വേരുകളൊക്കെ വളർന്നിരിക്കുന്നത് അല്ലേ. ഈ തായ് വേരുന്നില്ല ടാപ്പ് റൂട്ടിൽ നിന്നാണ് എന്ത് മറ്റ് വേരുകളൊക്കെ ഉണ്ടായിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇതെന്താണ് ടാപ്പ് റൂട്ട് എന്ന് പറയും, തായ് വേര് എന്ന് പറയും കേട്ടോ. ഇനി നോക്കൂ, ഈ പുൽച്ചെടിയുടെ വേര് പടലത്തിൽ പ്ലാവിലേതുപോലെ വലിപ്പമുള്ളൊരു പ്രധാന വേര് കാണുന്നുണ്ടോ? ഉണ്ടോ? വലിപ്പമുള്ള വേര് കാണുന്നുണ്ടോ? അപ്പൊ എന്താണ്, കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാ വേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേര് പടലമാണെന്ത് തായ് വേര് പടലം, ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. മാവ്, പ്ലാവ് തുടങ്ങിയവയിൽ തായ് വേര് പടലം കാണാം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന് വേരുപടലമാണെന്ത് നാര് വേരുപടലം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ നാരുവേര് പടലമാണെന്ത് ഉള്ളത്. ഓക്കെ, അപ്പൊ എന്താണ്, ഈ കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേരുന്ന വേരുപടലമാണെന്ത് നാര് വേരുപടലം. ഈ പുല്ലിനെന്താ, പുൽച്ചെടിക്ക് നാര് വേരുപടലാണ് കേട്ടോ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിനെന്താണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിലാണ് എന്ത് ഈ നാര് വേരുപടലമാണ് ഉള്ളത്. ഓക്കെ, ചുറ്റുപാടുമുള്ള സസ്യങ്ങളുടെ സ്ഥിരാവിന്യാസവും വേരുപടലവും പട്ടികയായി എഴുതാനാണ്. സസ്യം പയർ, അതിന്റെ സ്ഥിരാവിന്യാസം എങ്ങനെയാണെന്നും വേരുപടലം എങ്ങനെയാണെന്നും എഴുതുക. അതുപോലെ പുൽച്ചെടിന്റെയും പ്ലാവിന്റെയും തെങ്ങിന്റെയും ഒക്കെ സ്ഥിരാവിന്യാസവും വേരുപടലവും എഴുതുക കേട്ടോ. സ്ഥിരാവിന്യാസവും വേരുപടലവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുക. ഇങ്ങനെയും ചില വേരുകൾ സാധാരണയായി ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. സാധാരണയായി ബീജമൂലം വളർന്നില്ലേ, വിത്തിട്ടിട്ടാണ് ബീജമൂലമൊക്കെ ഉണ്ടായിട്ട് വേരുകളായി മാറുന്നതെങ്കിൽ എന്താണ് തണ്ടുന്ന്, അതായത് ഞാൻ പറഞ്ഞു കപ്പ അല്ലെ, പൂളയും ചില നാട്ടില് പൂള എന്ന് പറയും, ചിലർ കപ്പ എന്ന് പറയും കേട്ടോ. അവര് തണ്ടുന്ന് ശിഖരങ്ങളിൽ നിന്നൊക്കെ ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. അതിന്നൊക്കെ എന്താണ് ഈ ശിഖരങ്ങളിൽ നിന്നും ഇത് എന്താണ് സാധാരണയായി ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ ബീജമൂലം വളർന്നാണ് ഇത് വേരുകളായി മാറുന്നത് കേട്ടോ. പിന്നെ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ഈ നമ്മൾ ആല് കണ്ടില്ലേ, ആ ആലിനൊക്കെ എന്താണ് ശിഖരങ്ങളിൽ നിന്നൊക്കെ എന്താണ് വേരുണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. താങ്ങ് വേര് ടോപ്പ് റൂട്ടിനും, പിന്നെന്താ പൊയ്ക്കാൽ വേര് സ്റ്റിൽ റൂട്ടും പറ്റുവേര് ക്ലിങ്ങിങ് റൂട്ടും എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത്. കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേക തരം വേരുകളാണ് ശ്വസന വേരുകൾ, ന്യൂമാറ്റോഫോർസ്. ഈ വേരിന്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. വാതക വിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ട് ഇവ ശ്വസന വേര് എന്നറിയപ്പെടുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഒരുപാട് വേരുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ സാധാരണ ബീജമൂലം വളർന്നാണ് എന്ത് വേരുകളായി മാറുന്നത് അല്ലെ. അതുപോലെ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. അവന് താങ്ങ് വേരുന്നും പൊയ്ക്കാൽ വേരുന്നും പറ്റുവേര് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത്. അതുപോലെ കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേക തരം വേരുകളാണ് ശ്വസന വേരുകൾ. ഈ വേരിന്റെ അഗ്രഭാഗം എന്താണ് അറ്റത്ത് മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുക. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇവ ശ്വസന വേര് എന്നറിയപ്പെടുന്നു. പിന്നെ നോക്കൂ, താങ്ങ് വേര് കണ്ടോ, ഇതാണിത്. ഒരുപാട് വേരുകൾ വന്ന് കണ്ടില്ലേ. പിന്നെ എന്താണ് പൊയ്ക്കാൽ വേര്, ഇത് പിന്നെ പറ്റുവേരാണിത് കണ്ടോ. ഇതാണ് ശ്വസന വേരുകൾ. ഇനി ഏകബീജ പത്രസസ്യങ്ങളും ദ്വിബീജ പത്രസസ്യങ്ങളുമാണ് അല്ലെ. ചിത്രങ്ങൾ നിരീക്ഷിച്ച് രണ്ടു കൂട്ടം ചിത്രങ്ങളിലെയും വേര്, ഇല, തണ്ട്, ബീജപത്രങ്ങളുടെ എണ്ണ എന്നിവയിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. നോക്കൂ, തേങ്ങ അല്ലെ, തെങ്ങ് നോക്കൂ ഉണ്ടായത് എങ്ങനെയാ. അതുപോലെ കൂട്ടരുണ്ട് ചക്കന്റെ എങ്ങനെയാണ് ഉണ്ടായത് നോക്കിയേ കണ്ടോ. ഇനി അപ്പൊ സസ്യഭാഗം അതിന്റെ തണ്ട്, ഇല, ബീജപത്രങ്ങളുടെ എണ്ണം കൂട്ടം ഒന്നിട്ട് നോക്കുക. കൂട്ടം ഒന്നിന് വേര് എങ്ങനെയാണെന്നും തണ്ട് എങ്ങനെയാണെന്നും ഇല കൂട്ടം ഒന്ന് ഇതാണ് കേട്ടോ. കൂട്ടം ഒന്ന് ഇതിന്റെ ഇല എങ്ങനെയാണെന്നും തണ്ട് എങ്ങനെയാണെന്നും പിന്നെ അതുപോലെ എന്താണ് ഈ വേര്, ഇല, തണ്ട്, ബീജപത്രങ്ങളുടെ എണ്ണ എത്രയാന്നൊക്കെ എഴുതുക അല്ലെ. അപ്പൊ തെങ്ങിന്റെ എത്ര വേരെങ്ങനെയാണ്, വേരെങ്ങനെയാണ് തായ്വേരാണോ നാരുവേരാണോ അത് എഴുതുക. അതിന്റെ തണ്ട് എങ്ങനെയാന്ന് എഴുതുക. ഇല എങ്ങനെയാണ്, ഇല ഏതാണ് നോക്കുക. ഇല എങ്ങനെയാ, തെങ്ങിന്റെ ഇല ജാലിക ശിലാവിന്യാസമാണോ സമാന്തര ശിലാവിന്യാസമാണ്? തെങ്ങിന്റെ സമാന്തര ശിലാവിന്യാസമാണ് അല്ലെ. അതുപോലെ പ്ലാവിൻ്റെതോ ജാലിക ശിലാവിന്യാസമാണ് അല്ലെ. പിന്നെയോ ബീജപത്രങ്ങളുടെ എണ്ണം ഒന്നാണ് എന്ത് ഈ തെങ്ങിനുള്ളത് അല്ലെ. ഇനി കൂട്ടം രണ്ടിന് ഏതാണ്, ഇതിന് വേരെങ്ങനെയാണ് എഴുതുക. പിന്നെ അതുപോലെ എന്താണ് തണ്ട് എങ്ങനെയാന്ന് എഴുതുക. പിന്നെ ഇല എങ്ങനെയാന്ന് ഇപ്പൊ പറഞ്ഞില്ലേ. ബീജപത്രങ്ങളുടെ എണ്ണം 2 അല്ലെ. ഈ ചിത്രം 4:1:3
4:13 ഒരു ബീജപത്രം മാത്രമേ ഉള്ളൂ. അത്രയും സസ്യങ്ങൾ എന്താണ് ഏക ബീജപത്ര സസ്യങ്ങൾ, മോണോകോട്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ 2 ബീജപത്രങ്ങളുള്ള സസ്യങ്ങളെ എന്ത് പേര് വിളിക്കാം? നാര് വേരുപടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര ശിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ഏക ബീജപത്ര സസ്യത്തിന്റെ സവിശേഷതകളാണ്. തായ്വേര് പടലം, ശിഖരങ്ങളോട് കൂടിയ തണ്ട്, ജാലിക ശിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ എന്താണ് ദ്വിബീജ സസ്യങ്ങളുടെ ഡിക്കോട്ട് പ്ലാന്റ്സ് പ്രത്യേകതയാണ് അല്ലെ. അപ്പൊ എന്താണ് 2 ബീജപത്രങ്ങളുള്ള എന്താണ് ദ്വിബീജ സസ്യങ്ങൾ എന്ന് പറയും അല്ലെ. വേരും ഇലയും തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധം കാണിക്കാത്ത ചില സസ്യങ്ങളും നമ്മുടെ ചുറ്റുപാടിൽ കാണാൻ സാധിക്കും. അതിന് ഉദാഹരണമാണ് എന്ത്? ചേമ്പ്, ചേന എന്നിവ അല്ലെ. വേരും ഇലയും തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധം കാണിക്കാത്ത ചില സസ്യങ്ങളും നമ്മുടെ ചുറ്റുപാടിൽ കാണാൻ സാധിക്കും അല്ലെ. അതിന് ഉദാഹരണം എന്ത്? ചേമ്പ്, ചേന എന്നിവ. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുക. ഇനി കുറ്റിയേറ്റ് പോവാതെ പല പ്രദേശങ്ങളിലും മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എണ്ണത്തിൽ കുറവ് വന്നിട്ടുള്ളതുമായ സസ്യങ്ങളുടെ ചിത്രങ്ങൾ നോക്കൂ. മുള്ളിലം, തുമ്പ അല്ലെ. പണ്ടൊക്കെ തുമ്പ ഒരുപാടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ എവിടെയും കാണാനില്ല. അതുപോലെ മുള്ളിലം ഒക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങളുടെ നാട്ടിൽ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടുള്ള സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുക. ഇത്തരം സസ്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നതാണ് വംശനാശം. ജീവികളുടെ സ്വാഭാവിക ആവാസം നശിക്കുന്നതാണ് ഇതിനൊരു കാരണം. സ്വാഭാവിക ആവാസങ്ങൾ സംരക്ഷിക്കേണ്ടത് ജീവികളുടെ എല്ലാം നിലനിൽപ്പിന് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ ഇത്രയും പറയുന്നുള്ളൂ. അപ്പൊ ഈ ഇലകളുടെതും അതുപോലെ അതിന്റെ വേരും ഒക്കെ നിങ്ങൾ നന്നായി പഠിക്കുക കേട്ടോ, മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഈ ചാപ്റ്റർ ഇത് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക് യു.